വേൾഡ് വാച്ചർ ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വായ്നാറ്റം എന്ന പ്രശ്നത്തെ കുറിച്ചാണ്. നമുക്കറിയാം വായ്നാറ്റം ഒരു വളരെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. പക്ഷെ ആരും ഇത് പുറത്തേക്ക് പറയാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിന്റെ പ്രധാന കാരണങ്ങൾ, അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒറ്റമൂലികൾ, അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണത്തില് ഡയറ്റിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം ഈ വായ്നാറ്റം തടയാനായിട്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ലോക അൽഷീമേഴ്സ് ദിനം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അൽഷീമേഴ്സിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. അതിൽ ഞാൻ ഒരുപാട് അൽഷീമേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളുടെ ഈ വായ്നാറ്റം എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് സെലക്ട് ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടയായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്ക് വേറെ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മുടെ വായ്നാറ്റത്തിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത് ഡോക്ടറേന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്നു പറയാനുള്ള ഒരു മടിയൊക്കെ കൂടുതൽ പേർക്കും ഉണ്ടാകും. പക്ഷെ ഇത് അവരുടെ സോഷ്യലി, അവരുടെ ഫാമിലി ലൈഫ്, ഇതിനൊക്കെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ അസഹനീയമായ മണം കാരണം പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെടുന്നതായിട്ടും കാണാം. അപ്പോ ജോലി സ്ഥലങ്ങളിൽ വരെ നമ്മൾ ഇത് അനുഭവിക്കാറുണ്ട്. ജോലി സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ജോലിക്കൊന്നും ഇന്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ വരെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർക്ക് അനുഭവപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ പുറത്തു പറയാനുള്ള മടി കാരണം നമ്മൾ എപ്പോഴും അത് ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട്. ഉള്ളിൽ കൊണ്ട് നടന്ന് വിഷമിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോ വായ്നാറ്റം കാരണം ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രിവെന്റിംഗ് മെഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാതിരിക്കും അല്ലെ. വായ്നാറ്റം ഉണ്ട്, എനിക്ക് വായ്നാറ്റം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കില്ല. സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അന്തർമുഖരായിട്ട് നമുക്ക് നമ്മുടെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ പറ്റാതെ, നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റാതെയൊക്കെ നമുക്ക് അവിടെ മാറേണ്ടി വരും. അപ്പൊ അതൊക്കെ ഈ വായ്നാറ്റം കൊണ്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ടും ബോൾഡായിട്ടും മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രധാന കാരണങ്ങൾ പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വായ്നാറ്റം വരുന്നത്? അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം വായ്പുണ്ണാണ്. നമുക്ക് വായ്പുണ്ണുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വായ്നാറ്റം വരാനുള്ള അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് മോണയിൽ ഉണ്ടാകുന്ന പഴുപ്പ്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ പല്ലില് എന്തെങ്കിലും തരത്തിലുള്ള കേടുണ്ടെങ്കിൽ, പല്ലിന് കേടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വരും. ഇനി ഇതൊക്കെ ഇല്ലെങ്കിലും, വായിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതെങ്ങനെയാണ്? ദഹനേന്ദ്രിയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇൻഡൈജഷൻ. ശരിക്കും ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട്. അതായത് ദഹനേന്ദ്രിയമായിട്ട് ഈ വായ്നാറ്റത്തിന് വലിയൊരു ബന്ധം തന്നെയുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ഇൻഡൈജഷൻ അല്ലെങ്കിൽ ശോധനക്കുറവ്, മനസ്സിലായോ? ശോധന, അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒക്കെ ഇത് നമുക്ക് വായ്നാറ്റമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരക്കാർക്ക് പൊതുവെ അവരുടെ അഗ്നിബലം വളരെ കുറവായിരിക്കും. നമ്മുടെ ആയുർവേദ വീഡിയോസുകൾ കാണുന്നവർക്കറിയാം അഗ്നിബലം എന്താണെന്നുള്ളത് അല്ലെ. അഗ്നിബലം എന്നത് ഡൈജസ്റ്റീവ് ഫയർ ആണ്. അത് വളരെ തോതിൽ കുറവായിരിക്കും. കൂടുതലായിട്ടും നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അത്തരത്തിലുള്ള, അതുപോലെ തന്നെ പൊറോട്ട, ബിരിയാണി, ചിക്കൻ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും പ്രിയം അല്ലെ. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറും കൂടി ഓൾറെഡി അഗ്നിബലം കുറവാണ്. കൂടുതലായിട്ടും നമ്മൾ ഹെവി ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ഡൈജസ്റ്റ് ആവാതെ അത് അവിടെ തന്നെ കെട്ടിക്കിടക്കും അല്ലെ. അപ്പോ കെട്ടിക്കിടക്കുന്നത് വഴി അവിടെ നമ്മുടെ കഫദോഷം കൂടും, അതുപോലെ തന്നെ നമ്മുടെ ആമാവസ്ഥ കൂടും. ഓക്കെ, കഫ ദോഷമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, നമ്മൾ 3 തരത്തിലുള്ള ദോഷങ്ങളാണ്: വാദം, പിത്തം, കഫം. അതിൽ കഫദോഷം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതുപോലെ ആമാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ. വിഷാംശ പദാർത്ഥങ്ങൾ, അതാണ് ആമം. അത് കെട്ടിക്കിടക്കുകയാണ്. അതായത് ഇൻഡൈജസ്റ്റ് ആവാതെ, നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് പോകണം, അതിന് പകരം ഇൻഡൈജസ്റ്റ് ആയിട്ട് അതിങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പഴകിയ സാധനങ്ങൾ നമുക്കൊരു ചാക്കിൽ കെട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? അതിൽ നിന്ന് ഭയങ്കര പുഴുത്ത നാറ്റം വരാനായിട്ട് തുടങ്ങും അല്ലെ. കൂടെ തന്നെ അതിൽ കൃമി ഉണ്ടാകും, അതുപോലെ തന്നെ പുഴുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ആ വീട് മൊത്തം അതിന്റെ നാറ്റവും അതിന്റെ ആ ഒരു വൃത്തികേടും കൊണ്ട് നിറയും. ഇതേ അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നത്. കെട്ടിക്കിടക്കുന്ന ഈ മലപദാർത്ഥങ്ങളിൽ നിന്ന് പുഴുക്കളും കൃമികളും അതുപോലെ തന്നെ ദുർഗന്ധവും ഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ നിറയുന്നു. അപ്പൊ അത് നമ്മുടെ വായുനാറ്റത്തില്, വായിൽ കൂടിയും അത് പുറത്തു പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അങ്ങനെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. മോണപ്പഴുപ്പ് ഉണ്ടാക്കാം, പല്ലിന് കേടുണ്ടാക്കാം, മനസ്സിലായോ? വിരശല്യം ഉണ്ടാക്കാം. വിരശല്യം എന്ന് പറയുന്നത് കൃമിയാണ് കേട്ടോ. അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാം. അതുപോലെ വായുനാറ്റം ഉണ്ടാക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പല്ലിന് കേടുണ്ടാക്കാം. ഓക്കെ,
അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. ഒരുപാട് പേര് പല്ലുവേദന എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പല്ലുവേദന നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ പല്ലിന് കേട് ഡൈജഷന്റെ പ്രോപ്പർ ആയിട്ട് ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് അനുഭവപ്പെടാം. ഓക്കെ, അപ്പൊ വായിലത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പറയാം എന്തൊക്കെ ഡയറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഹെവി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന പദാർത്ഥങ്ങളോടാണ് കൂടുതൽ പ്രിയം. പക്ഷെ ഇവിടെ ഈ അവസ്ഥയിൽ നമ്മൾ എല്ലാ അവസ്ഥകളിലും പറയുന്ന പോലെ തന്നെ ഈസിലി ഡൈജസ്റ്റ് ചെയ്ത ഫുഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൽ കുക്ക്ഡ് ഫുഡ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊടിയരി കഞ്ഞി, അതുപോലെ തന്നെ കാച്ചിയ മോര്, രസം. ഓക്കെ, നിങ്ങൾ ചോറ് കഴിച്ചോളൂ, അതിന്റെ കൂടെ നിങ്ങൾക്ക് കാച്ചിയ മോര്, അതുപോലെ തന്നെ രസമൊക്കെ ഉണ്ടാവുമ്പോൾ ഫുഡ് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇഞ്ചി നീര്, ശർക്കര. അപ്പൊ അസിഡിറ്റി ഉള്ള ആൾക്കാർ ഇഞ്ചി നീര് അധികം കഴിക്കേണ്ട, അല്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ ബാക്കിയുള്ള ഇതൊക്കെ ഉപയോഗിക്കാം. ഇഞ്ചി നീരും ശർക്കരയും വളരെ നല്ലതാണ്, ഇഞ്ചി നല്ലതാണ്. ഇതൊക്കെ ഒരുപാട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആക്കാനും കൂടാതെ നമുക്ക് ഈ വായുനാറ്റം കുറയ്ക്കാനും അല്ലെങ്കിൽ വായുനാറ്റം കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ ഇനി ഒറ്റമൂലികൾ പറയാം കേട്ടോ. ഒറ്റമൂലികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലിയാണ് വെറ്റില വെച്ചിട്ടുള്ള ഒറ്റമൂലി. അപ്പൊ വെറ്റില നമുക്ക് ഫുൾ ആയിട്ടുള്ള വെറ്റിലയൊന്നും ആവശ്യമില്ല, ഒരു അര വെറ്റില മതി. അതിലേക്ക് നമുക്ക് വേണ്ടത് ഈ കച്ചൂരി കിഴങ്ങ് എന്നുള്ളത്. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടും ഡോക്ടറെ എന്ന് ചോദിക്കും. ഈ കച്ചൂരി കിഴങ്ങ് നമ്മുടെ ഈ സാധാരണ മരുന്ന് കടകളിൽ, ഈ പച്ചമരുന്ന് കട എന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്, അവിടെയൊക്കെ അവൈലബിൾ ആണ്. അവരോട് ചോദിച്ചു വെച്ചിരുന്നാൽ മതി, അവർ പിറ്റേ ദിവസത്തേക്ക് അവരത് സ്റ്റോക്ക് ആക്കി കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഈ വെച്ചിലേറെ ഉള്ളിൽ ഈ കച്ചൂരി കിഴങ്ങ് വെച്ചിട്ട് നമ്മളത് കടിച്ച് അതിന്റെ നീരിറക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതൊരു ഒറ്റമൂലിയാണ് കേട്ടോ. അപ്പോ ഒരു ട്രീറ്റ്മെന്റ് പോലെ എല്ലാവരും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒറ്റമൂലികളൊക്കെ ആദ്യത്തെ ഒരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒറ്റമൂലികൾ കൊണ്ട് തന്നെ നല്ല ആശ്വാസം കിട്ടും. അപ്പൊ അതൊന്ന് പ്രയോഗിച്ചു നോക്കാം. ഇത് 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഒരു ദിവസം ചെയ്തു 2 ദിവസം ചെയ്തു ഒരു വ്യത്യാസമില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ച് വിളിക്കരുത്. 1-2 ആഴ്ച തീർച്ചയായിട്ടും ഫുള്ളായിട്ട് തന്നെ ചെയ്യാൻ ആയിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ അഗ്നിദീപ്തി, ഞാൻ നേരത്തെ പറഞ്ഞു ഡൈജസ്റ്റീവ് ഫയർ നമ്മളില് കുറയുന്നുണ്ടെന്ന്. അപ്പൊ അഗ്നിദീപ്തി കൂട്ടാനും നല്ല രീതിയിൽ ഡൈജസ്റ്റീവ് ഫയർ ഇൻക്രീസ് ചെയ്യിക്കാനും അതുപോലെ കൃമി ഉണ്ടെങ്കിൽ വിരശല്യമൊക്കെ കുറയ്ക്കാനും ഒക്കെ നമുക്കിത് സഹായിക്കും കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഒരുപാട് ഒറ്റമൂലികൾ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് തന്നെ കേൾക്കുക, എന്നാൽ തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് അടയ്ക്ക വെച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. അടയ്ക്കേനെ നമ്മൾ സാൻസ്ക്രിറ്റിൽ പറയുന്നത് ക്രമുക എന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ തോട് കളഞ്ഞിട്ട് നല്ല രീതിയിൽ ചതച്ചെടുക്കുക. ഓക്കെ, അടയ്ക്ക നല്ല രീതിയിൽ ചതയ്ക്കുക. അത് 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. ഈ 4 ഗ്ലാസ് ഉള്ള വെള്ളം നമ്മൾ 2 ഗ്ലാസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. തിളപ്പിച്ച് 2 ഗ്ലാസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ കവിള് കൊള്ളാന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളം നമ്മൾ എടുത്ത് അങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം പിടിച്ചു നിൽക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ കുറച്ചധികം സെക്കൻഡുകളോ മിനിറ്റുകളോ ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യുക, അല്ലെങ്കിൽ 2 ആഴ്ച ചെയ്യുക. ഒരാഴ്ച കൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു ഒറ്റമൂലിയാണ്. ഇതും നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അടുത്തത് വരുന്നത് കസ്തൂരി വെണ്ട എന്ന് പറയുന്നത് ഒരു ഗുണ്ട പോലത്തെ വെണ്ടക്കായാണിത്. അതായത് നീളത്തിലുള്ളതല്ല, നല്ല തടിച്ചിട്ടുള്ള വെണ്ടക്കായ. ഇത് ചെറിയ വെണ്ട എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേണം. ഇതിന്റെ വിത്താണ് നമുക്ക് വേണ്ടത്. ഇത് ഉണക്കി പൊടിച്ച് അതിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. അപ്പൊ അതിന്റെ വിത്താണ് വേണ്ടത്. നല്ല രീതിയിൽ ചതയ്ക്കുക. 1/4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഇത് നമ്മൾ കുടിക്കണം. ഓക്കെ, ഇത് ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഈ ഗുണ്ട വെണ്ടയ്ക്ക എന്നാണ് കേട്ടോ ഇതിനെ ചില സ്ഥലങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്. ചില സ്ഥലത്ത് ചെറിയ വെണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് വേറെ പേര് കസ്തൂരി വെണ്ട എന്നുമാണ് കേട്ടോ. അപ്പൊ പല തരത്തിൽ പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പിക്ചർ കിട്ടും, കസ്തൂരി വെണ്ട. ഓക്കെ, അപ്പൊ ഇതും വളരെ നല്ലൊരു ഒറ്റമൂലിയാണ്, പ്രയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് കരയാമ്പൂ. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ് കരയാമ്പൂ. പക്ഷെ നമുക്ക് വേണ്ടത് കരയാമ്പൂവിന്റെ എണ്ണയാണ് കേട്ടോ. ഇംഗ്ലീഷിൽ ഇതിനെ ക്ലോസ് എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാൻ തോന്നുന്നു. ഇതിന്റെ തൈലം നമുക്ക് ഈ പറഞ്ഞു വെച്ചിരുന്ന ഈ കടകൾ, സുഗന്ധ ദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് ഇതിന്റെ ഈ തൈലം ചോദിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ കരയാമ്പൂവിന്റെ എണ്ണ. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മളിത് കവിള് കൊള്ളാന്നുള്ളത്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം എടുത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ച് കവിള് കൊള്ളുക. ഓക്കെ, അത് വളരെ നല്ലതാണ്. ഇത് രാവിലെയും വൈകുന്നേരവും ചെയ്യാനായിട്ട് നോക്കുക. 1 നേരമല്ല 2 നേരം ചെയ്യണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കരയാമ്പൂ തൈലം എവിടുന്ന് കിട്ടുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഷോപ്പുകളിലും സുഗന്ധദ്രവ്യമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ ചോദിക്കുകയാണെങ്കിൽ അവൈലബിൾ ആണ്. ഇതും
നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ്. ഇനി ഇതിലെല്ലാത്തിലും വെച്ച് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാം, ഇതിനേക്കാളും ഏറ്റവും നല്ലത് നേരത്തെ ഞാൻ പറഞ്ഞ ഒറ്റമൂലികളാണ്. അതിനാണ് കുറച്ചും കൂടി നല്ല വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീരാണ്. ഇനി അസിഡിറ്റി ഉള്ളവര് ചെറുനാരങ്ങ നീര് വെച്ചിട്ടുള്ള ഒരു പ്രയോഗം ചെയ്യണ്ട, കാരണം അത് അവരുടെ അസിഡിറ്റി വർദ്ധിപ്പിക്കും ചെറുനാരങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇല്ലാത്ത ആൾക്കാര് ഉപയോഗിച്ചോളൂ. ചെറുനാരങ്ങ നീരെടുക്കുക, അതിന്റെ ഒരു എന്താ പറയാ, ആ ചെറുനാരങ്ങ നീര് ഒരു അരമുറി ചെറുനാരങ്ങ എടുത്ത് അത് നമ്മൾ കവിള് കൊള്ളുക, ആ നീരെടുത്ത് കവിള് കൊള്ളുക. അത് 5 മിനിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പിടിച്ച് കവിള് കൊള്ളുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി വേറെ ഒന്ന് ചെയ്യാനുള്ളത്, ഈ ചെറുനാരങ്ങ നീരിൽ തന്നെ ഈ അരമുറി ചെറുനാരങ്ങ നീര് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്ത് അതിനുശേഷം ആ വെള്ളം നമ്മൾ സേവിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അസിഡിറ്റി ഉള്ളവർ ഒരിക്കലും ചെറുനാരങ്ങ നീര് വെച്ചിട്ടുള്ള പ്രയോഗം ചെയ്യരുത്. ഓക്കെ, ഇനി ചെറുനാരങ്ങ നീര് വളരെ നല്ലതാണ്, നമ്മുടെ വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അസിഡിറ്റി ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ പ്രയോഗം ചെയ്യാവുന്നതാണ്. അതിരാവിലെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഒരു കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. മറ്റതൊക്കെ 1-2 വീക്ക് ആണെങ്കിൽ ഒരു മാസം തന്നെ ഉപയോഗിക്കേണ്ടതാണ് ഈ പ്രയോഗം. എന്നാൽ തന്നെയാണ് നമുക്ക് നല്ല വ്യത്യാസം കാണുകയുള്ളൂ കേട്ടോ. ഇനി ഈ ഒറ്റമൂലികളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്, നല്ല രീതിയിൽ നാറ്റം വരുന്നുണ്ട്. എനിക്ക് ഒരു ജോബ് ഇന്റർവ്യൂലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എന്റെ ഈ പ്രശ്നം കാരണം അവരൊക്കെ റിജക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിൽ ഒരു സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ അയ്യോ നിനക്ക് എന്താ ഇങ്ങനെ വായ്നാറ്റം വരുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥകളുണ്ട്. ഒരുപാട് നാള് പലതരം ട്രീറ്റ്മെന്റ്സ് ചെയ്തു, പക്ഷെ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊരിക്കലും ഈ ഒറ്റമൂലികളിൽ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യരുത്. അതിനുവേണ്ടി ഒരു കൺസൾട്ടേഷൻ തന്നെ ചെയ്യേണ്ടത് ഏറ്റവും നിർബന്ധമാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ക്ലിനിക് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഈ അടുത്ത് വന്ന ആൾക്ക് വരെ നല്ല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ വായ്നാറ്റത്തിലൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയുർവേദത്തിലുണ്ട്. അത് ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വേരോട് കൂടെ പിഴുതു കളയാൻ നമുക്ക് പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ആവശ്യമാണ്. അതിനുവേണ്ടി ചികിത്സ ആവശ്യമാണ്. ആയുർവേദ ചികിത്സ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും കൂടി ചെയ്യാട്ടെ. നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ഉണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിൽ താഴെ ക്ലിനിക് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, ഡയറക്റ്റ് ആണെങ്കിലും ക്ലിനിക് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. അപ്പൊ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.